ഇനിയിപ്പോ നമ്മളീ ഒരു പ്ലോട്ടിൽ നിന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കള്ളാർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അമ്പലമുണ്ട്, ചർച്ച് ഉണ്ട്, അതുപോലെ മുസ്ലിം പള്ളി ഉണ്ട്. എല്ലാം നമുക്ക് കള്ളാർ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാലുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് നമുക്ക് പറമ്പിലെ വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള കാണിച്ചാൽ നമുക്ക് ഇവിടെ ഒരു കിണറുണ്ട്, അതുപോലെ ഒരു ബോർവെല്ലും ഉണ്ട് കേട്ടോ. അപ്പൊ കിണറ്റിലെ വെള്ളത്തിന്റെ സൗകര്യം ഒന്ന് കാണിച്ചാൽ ഇങ്ങോട്ട് പോവാ. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്, വെള്ളം വറ്റൊന്നുമില്ല, എപ്പോഴും ഫുൾ ടൈം വെള്ളം ഉണ്ടാവും. ഇതാ വെള്ളം അധികം ആഴോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു ശാന്ത സുന്ദരമായിട്ടുള്ള നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്, ചുറ്റുപാടും വീടുകളൊക്കെ ഒരുപാടുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ല നിങ്ങൾ, ഒക്കെ വലിയ വലിയ വീടുകളാണ്. മൊത്തത്തിൽ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ അതാ കവുങ്ങ് കണ്ടില്ല നിങ്ങൾ, ഒരു കായ്ക്കണ കവുങ്ങ് ഏകദേശം ഒരു 10-16ഓളം കവുങ്ങുണ്ട് ഇതേപോലെ നന്നായിട്ട് കായ്ക്കുന്നത്. അതുപോലെ ദാ ഈ കാണുന്നത് പ്ലാവാണ്. വീട്ടില് ചക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നതാണ്. പ്ലാവ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് മാവാണ്. ഇതാ ഇത് കണ്ടില്ലേ, മാവ്. ഇവിടെ ഒരു മാവുണ്ട്, അതൊരു മാവാണ്. പിന്നെ ഈ കാണുന്നത് ഒരു മാവാണ്. മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. മിറ്റൊക്കെ ഫുള്ള് ഇങ്ങനെ തണലായി കിടക്കണ്ട നല്ലൊരു ഏരിയ അല്ലേ ഏട്ടാ? സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നമുക്ക് തെങ്ങുകളുണ്ട്, ഏകദേശം ഒരു 12ഓളം തെങ്ങുണ്ട്. നല്ല കായ്ക്കുന്ന തെങ്ങാണ്. പറമ്പിന്റെ സൈഡ് വഴിയാണ് തെങ്ങുകളുള്ളത് കേട്ടോ. വീട്ടിലെ ആവശ്യത്തിനൊക്കെ തേങ്ങ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു സൈഡിലാണുള്ളത്. ഈ ഒരു ഭാഗത്ത് അതിര് സൈഡ് ഇവിടം വരെയാണുള്ളത് കേട്ടോ. ഈ ഒരു കെട്ട് കാണുന്നതിന്റെ ഇതിലാണ് ഇതിന്റെ അതിര് വരുന്നത്. പിന്നെ ഇതിന്റെ അപ്പുറത്തോട്ടൊക്കെ ഫുള്ള്, ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഫുള്ള് റബ്ബർ തോട്ടവും പിന്നെ അതിന്റെ അപ്പുറത്തേക്കൊക്കെ അടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ മുറ്റത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് തുണിയെല്ലാം അലക്കാനുള്ള അലക്കുകല്ല് എല്ലാം ഉണ്ട്. പിന്നെ വെള്ളത്തിന്റെ സൗകര്യത്തിന് നമുക്ക് മറ്റൊരു സോഴ്സ് പറഞ്ഞാൽ ബോർവെല്ലാണുള്ളത്. ഇവിടെയാണ് ബോർവെല്ല് ഉള്ളത്. അപ്പോൾ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും, ഒരു ക്ഷാമോ ഇല്ല. ഇവിടെയാണ് ബോർവെല്ല് ഉള്ളത്. കിണറും ഉണ്ട്, ബോർവെല്ലും ഉണ്ട്. പിന്നെ പറമ്പിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്ന ആ റോഡ് കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലുള്ള നമുക്ക് ടാറിങ് റോഡ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പൊ നമ്മളെ പറമ്പിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ തെങ്ങൊക്കെ നോക്കിക്കേ, ഈ ഒരു ഭാഗത്തോട്ട് കണ്ടില്ലേ തെങ്ങൊക്കെ നല്ലോണം കായ്ക്കുന്നതാണ്. 12ഓളം തെങ്ങുണ്ട്. പിന്നെ ഈ ഇടയ്ക്കൊന്ന് ടൗണിലൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നേരെ വണ്ടി നമ്മളെ വീടിന്റെ മുറ്റത്തോട്ട് എത്തുകയും ചെയ്യും. ഒന്നും തെറ്റൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂടങ്കല്ല് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്. അതുപോലെ നമുക്ക് ഇനിയിപ്പോ പിള്ളേരെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കള്ളാർ എത്തിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. പിന്നെ അതുപോലെ രാജപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്. നമുക്ക് നമ്മളെ വീടിന്റെ ഫ്രണ്ട് കൂടെ ഇഷ്ടംപോലെ സ്കൂൾ ബസ് ഒക്കെ പോകുന്നതാണ് അല്ലേ? സ്കൂൾ ബസ് പോകുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല്.